ഈ സഹാബിനെ ചോദിക്കുന്നത് അറിയോ? ഞങ്ങളെ പിണറായി തന്ന വീടല്ലടോ കേറി താമസിക്കടോ, ചോർന്നെങ്കിൽ ചോർന്നോട്ടെ, അത്രയും സൗകര്യമുള്ളടോ, മിണ്ടരുത് താൻ എന്നാണ് സഹാക്കന്മാര് പറയുന്നത്. എടോ വസീഫെ, കുടിയിൽ കെട്ടാണ്ട് ക്ലിപ്പേഴ്സിന് മുൻപായി കുടിയിൽ കെട്ടിക്കാണ്ട് സമരം ചെയ്യടോ. അതല്ലാതെ അവിടെ കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കിയില്ല, വീടിന് വേണ്ടി നിർമ്മിച്ച സ്ഥലം മാത്രമാണ്, അതിന് മുഴുവൻ പൈസയും കൊടുത്തില്ല എന്നൊക്കെ പറയാണ്ട് ബോർഡ്. ഉളുപ്പുണ്ടോ? ഞാൻ ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്കിന്നെ ഉളുപ്പില്ലാണ്ട്. ഇനി വേറൊന്ന്, വീടുകളുടെ വാട്ടർ പ്രൂഫിംഗ് പൂർത്തിയായിട്ടില്ലെന്ന് മന്ത്രി. അതായത് മാർച്ച് 1-ന് 178 വീടുകളുടെ പണി പൂർത്തിയായി, കയറി താമസിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചടങ്ങ് നടത്തിയ സംഭവം കഴിഞ്ഞ 1.5 മാസമായപ്പോ മന്ത്രി പറയാണ് വീടുകളുടെ വാട്ടർ പ്രൂഫിംഗ് പൂർത്തിയായിട്ടില്ല. ഇന്ന് വാട്ടർ പ്രൂഫിംഗ് പിന്നെ എപ്പോഴാണ് പൂർത്തിയാവുക? വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാണത്തിലെ അപാകത കൊണ്ട് ചോർന്നൊലിക്കുന്ന വീടുകൾ പൊട്ടിട്ടടക്കുക, അതിനാണ് വാട്ടർ പ്രൂഫിംഗ് പറയാ. നമ്മൾ നിർമ്മിക്കുന്ന എല്ലാ വീട്ടിലും വാട്ടർ പ്രൂഫിംഗ് ഒന്നും നടത്തില്ല. കാരണം മര്യാദയ്ക്ക് കോൺക്രീറ്റ് ചെയ്താൽ ചോർന്നൊലിക്കില്ല. മര്യാദയ്ക്ക് കോൺക്രീറ്റ് ചെയ്താൽ ചോർന്നൊലിക്കില്ല. ഇത് മറ്റേ ഊരാളുങ്കൽ അവിടെ ഇപ്പൊ കേൾക്കുന്നത്, ഊരാളുങ്കൽ നല്ല വീട് നിർമ്മിച്ചതെന്നാണ് കേൾക്കുന്നത്. ഊരാളുങ്കൽ സബ് കോൺട്രാക്ടർ ഒരു 10-50 ആൾക്കാർക്ക് കൊടുത്തു, അവരാണ് വീട് നിർമ്മിക്കുന്നത്. അവരെന്തെല്ലാം ഒക്കെ കാട്ടിക്കൂട്ടുന്നു, പരിശോധനയില്ല, ഗുണനിലവാര പരിശോധന ഒന്നുമില്ല. ചോർന്നൊലിക്കുമ്പോൾ അതിന്റെ മേലെ കുറച്ച് പൊട്ടിയിടും, അത്ര തന്നെ. ഇനി മന്ത്രി രാജൻ അല്ല, മറ്റേ മേസ്തിരി രാജൻ വരും. എന്നിട്ട് ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ ഒരക്കടലാസ് കൊണ്ട് ഇങ്ങനെ ഉറച്ചു വെക്കും. എന്നിട്ട് പറയും അത് വെള്ളം കിനിഞ്ഞിറങ്ങുന്നതാണ്, പ്രശ്നമൊന്നുമില്ല, വെള്ളം കിനിഞ്ഞിറങ്ങുന്നതാണ്. വെള്ളം ഇങ്ങനെ കുത്തൊഴുകൊന്നുമില്ലല്ലോ, വെള്ളം ഇങ്ങനെ കിനിഞ്ഞിറങ്ങും, അത് പ്രശ്നമില്ല. താഴെ പാത്രം വെച്ച് കൊടുത്താൽ മതി. മന്ത്രി രാജനല്ല, മേസ്തിരി രാജൻ. അതാണ് നമ്മുടെ ശിവൻകുട്ടി വെള്ളം കിനിയുന്ന ഭാഗം അടയാളപ്പെടുത്തിയത് വിള്ളലായി ഈ ഇന്നത്തെ അല്ല 2026 ഏറ്റവും വലിയ തമാശയാണ്. വെള്ളം കിനിയുന്ന ഭാഗം അടയാളപ്പെടുത്തിയത് വിള്ളലായി ചിത്രീകരിക്കുന്നു എന്ന് ശിവൻകുട്ടി. നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? ഈ വെള്ളം ഇങ്ങനെ കിനിയുന്ന ഭാഗം അടയാളപ്പെടുത്തിയതല്ലേ, അതിനെ വിള്ളൽ എന്ന് വിളിക്കോ? ഈ അടയാളപ്പെടുത്തിയത് നിങ്ങൾ എങ്ങനെ വിള്ളൽ വിളിക്കുക? അടയാളപ്പെടുത്തിയതിന്റെ ഇടയിലല്ലേ വിള്ളലില്ലാന്നേ. വെള്ളം കിനിഞ്ഞിറങ്ങുക, അത് വിള്ളലോണ്ടൊന്നുമല്ല. അത് മറ്റേ ഒരാളിന്റെ പറഞ്ഞാൽ അത് ക്രാക്കാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ വിള്ളലല്ല, വലിയ വിള്ളലല്ല, അത് ചെറിയ ക്രാക്കാണ്. അതിലൂടെ ഇങ്ങനെ വെള്ളം കിനിഞ്ഞിറങ്ങും. അതിന്റെ അങ്ങപ്പുറം വര വരച്ചിരിക്കുന്ന വര ഞങ്ങൾ മായച്ചിരിക്കുന്നു പോരെ. ഇതാണ് ശിവൻകുട്ടി അണ്ണന്റെ കണ്ടുപിടുത്തം. അപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഏറ്റവും വലിയ തെണ്ടിത്തരം, നെറികേട് എന്ന് നമ്മൾ ഇതുവരെ കരുതിയിരുന്നു. അല്ല, അതിനേക്കാളും വലിയ ദുരന്ത ബാധിതരെ സാധാരണ ജനങ്ങൾ കൊടുത്ത 800 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് അവരുടെ കണ്ണീര് വിറ്റ് പൈസയാക്കിയ പിണറായി വിജയ, ഇങ്ങനത്തെ ഒരു നാറിയ ഭരണം ഉണ്ടല്ലോ, നാറിയ ഭരണം കഴിഞ്ഞ 10 വർഷം കേരളം കണ്ട ഇതുപോലുള്ള ഭരണം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി നിനക്ക് മൂന്നാമതും വരണം അല്ലേ? മൂന്നാമതും വരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ ശിങ്കിടി കൂട്ടങ്ങൾ സ്വപ്നം കണ്ട് നടക്കുകയാണ്. ഒന്നും പറയുന്നില്ല. നമോവാകം കേട്ടോ, നമോവാകം. നമ്മുടെ രാജൻ മേസ്തിരി പോയി കണ്ട് അതിങ്ങനെ തുടച്ചിക്കുന്നു. രാജൻ മേസ്തിരി ഇനിയിപ്പോ ഭയങ്കര ഡിമാൻഡാണ് അത്ര. രാജൻ മേസ്തിരിക്ക് എവിടെ വീട്ടിന് ചോർച്ച ചെയ്യണ്ടോ, രാജൻ മേസ്തിരിയെ വിളിക്കൂ. രാജൻ മേസ്തിരി വന്നിട്ട് ഇങ്ങനെ ഒരക്കടലാസ് കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോ വിള്ളലൊക്കെയാണ്ട് പോകും. അതാണ് സംഭവിച്ചത്. ഏതായാലും അതിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് വന്നത്. സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു ഇത് നാടകമാണ്. ഏതാണ് നാടകം എന്ന് എല്ലാവർക്കും അറിയില്ല. ഇത് നാടകമല്ല, പിന്നെ എന്താണ്? അതായത് ചൂരൽമല മുണ്ടക്കൈയിൽ നിന്ന് ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ 2 വർഷം വരെ തെരുവിലിട്ടിട്ട് ദ്രോഹിച്ചിട്ട് പീഡിപ്പിച്ചിട്ട് പിണറായിനെ കണ്ടാൽ അപ്പം രോഷം പതഞ്ഞൊഴുകുന്ന രീതിയിലുള്ള ഈ ദുരന്തബാധിതരാണ്. ഇവരെ ആട്ടിത്തെളിച്ച് 13 പേരെ കൊണ്ടുവന്നിട്ട് ധർമ്മടത്ത് മറ്റേ വോട്ടെടുപ്പിന്റെ തലേ ദിവസം എല്ലാവരും കൂടിയാണ് പിണറായിന്റെ മുന്നിലേക്കാണ്ട് ഉന്തി തള്ളിയിട്ട് എന്നിട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രചാരണം. എന്ന് പറഞ്ഞാൽ കാരുണ്യവാനായ പിണറായിയോട് പിണറായിയോടുള്ള രോഷം തീർക്കാനാണ് ഇവർ വരുന്നത്. എന്നിട്ട് പറയുന്നത് പിണറായിയോടുള്ള സ്നേഹം. എന്തിനാ സ്നേഹം? 2 വർഷം ഞങ്ങളെ തെരുവിലിട്ടല്ലോ. 2 വർഷം ഞങ്ങൾക്ക് 800 കോടി രൂപ ഇവിടുത്തെ സാധാരണക്കാർ കൊടുത്ത പൈസ മൂപ്പരെ ഫണ്ടിലുണ്ട്. ആരുടെ? കാരണഭൂതന്റെ ഫണ്ടിൽ 800 കോടി ഉണ്ട്.
ആകെ അവിടെ ഈ 410 വീട് നിർമ്മിക്കാൻ ആകെ 100 കോടി ആകുള്ളൂ. 700 കോടി ബാക്കിയാണ്. മാത്രമല്ല കേന്ദ്രം കൊടുത്ത വേറൊരു ഒരു 1000 കോടിയുടെ അടുത്ത് അതുണ്ട്. മൊത്തം 2000 കോടി ഇട്ട് വെച്ചിട്ടാണ് ഈ 2 കൊല്ലം ഈ പറയുന്ന ദുരന്ത ബാധിതര് ലോകത്ത് ഇങ്ങനെ നിഷ്ഠൂരനായ ഒരു ഭരണാധികാരിയും ഇത്തരത്തിലുള്ള ഭരണകൂടവും ഉണ്ടായിരിക്കില്ല കേട്ടോ. കാരണം ആ ദുരന്ത ബാധിതരുടെ കണ്ണീര് വിറ്റിട്ട് എന്നിട്ട് പറയാം കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കി കൊടുത്തില്ല. എന്തോ കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എന്താണോ കോൺഗ്രസ്സുകാർക്ക് വീടുണ്ടാക്കി കൊടുത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്? അതൊരു സംഘടനയാണ്. അവർ വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്ക് 800 കോടി തന്നു, അതുകൊണ്ട് വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനവിടെ ചരക്കാനാണ് അവിടെ ഇരിക്കുന്നത്? എന്നിട്ടാണ് ഈ സ്ത്രീകളെ കൊണ്ടുവന്ന് കണ്ട് കാൽക്കൽ വീഴ്പ്പിച്ചത്. അപ്പോഴാണ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത് ഇത് നാടകമാണ്, ഇത് നാടകം കളിയാണ്. നാടകം കളിയല്ല പിന്നെന്താണ്? അപ്പോഴത്തേക്ക് സ്മൃതി പരുത്തിക്കാടിനെതിരെ അസഭ്യവർഷം, അത് VD സതീശന്റെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പറയാത്ത കാര്യങ്ങളില്ല. ഈ രീതിയിലുള്ള ഇതാണിപ്പം മറ്റേ ഈ ദുരന്ത ബാധിതരിലെ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത വീട്ടുടമയ്ക്കെതിരെ സൈബർ ആക്രമണം. നൗഫൽ എന്ന് പറഞ്ഞ അയാൾ 16ഓളം അയാളുടെ കുടുംബാംഗങ്ങൾ ഈ ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞു പോയതാണ്. അയാളുടെ ഒരു പുതിയ വീട്, അയാൾ നിർമ്മിച്ച വീട് ഒലിച്ചു പോയി. ആ മനുഷ്യൻ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇയാൾ മേലേക്ക് നോക്കിയപ്പോൾ വെള്ളം ഇങ്ങനെ കിരിഞ്ഞിറങ്ങുന്നു. അപ്പോഴാണ് ULCC പറഞ്ഞ് ULCCയിലെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് 2 പെൻസിൽ മാർക്ക് വര വരച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കൂടിയാണ് ചോർച്ച. അപ്പൊ ചോർച്ച ഉള്ള സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പെൻസിൽ വര ഇട്ട് എന്നിട്ട് അതിന്റെ മേലെ മറ്റേ പൊട്ടി ഒക്കെ കലക്കി ഒഴിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോഴാണ് രാജ്യമന്ത്രി വന്നത്. രാജ്യമന്ത്രി വന്നിട്ട് നോക്കിയപ്പോൾ മൂപ്പര് ഈ മേശന്റെ മേലേക്ക് കയറിയിട്ട് മൂപ്പര് ഈ പെൻസിൽ വര കണ്ട് മായ്ച്ചു. പെൻസിൽ വര മായ്ച്ചു. ഇനി ചോർച്ച ഇല്ല. പിന്നെ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ട്. എടോ മണ്ട, വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചോർച്ചയല്ലേ? അതൊക്കെ ചെറിയ സംഭവം, അതൊക്കെ ഇങ്ങനെ പൊട്ടിട്ടടിച്ചാൽ മതി. ഒരു കോൺക്രീറ്റ് വീട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം അതിന്റെ മേൽക്കൂരയാണ്. അതിന്റെ മേൽക്കൂരയിൽ ചോർച്ച ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തീർന്ന് പിന്നെ ആ വീടിന്റെ പറ്റിയിടൂ പൊട്ടിട്ടടക്കുക. അത് ഇതിന്റെ പരിശോധന തീരാതെയായിരുന്നോ? കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി 27 കോടി രൂപയുടെ പരസ്യം ചെയ്തിട്ട് പിണറായി വിജയൻ ഈ പറയുന്ന 178 കുടുംബങ്ങൾക്ക് ഞങ്ങളിതാ വീട് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറയാണ് 1.5 മാസം കഴിഞ്ഞിട്ട് പറയാണ് അതിന്റെ പരിശോധന ഒന്നും നടത്തി കഴിഞ്ഞിട്ടില്ലേന്നിട്ടോ. ഇങ്ങനെ നാണം കെട്ടൊരു സർക്കാരുണ്ടല്ലോ. എന്നിട്ട് അവസാനം ആ വീട് ചോർന്നൊലിക്കുന്നത് പരാതിപ്പെട്ട ഈ വീട്ടുടമയ്ക്കെതിരെ സൈബർ ആക്രമണം, നൗഫലിനെതിരെ സൈബർ ആക്രമണം. മുണ്ടക്കൈ ചൂരൽമല മാതൃകാ ടൗൺഷിപ്പിൽ ലഭിച്ച വീട്ടിൽ വിള്ളലുണ്ടെന്ന് പരാതിപ്പെട്ട ദുരന്ത ബാധിതനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം. വീട്ടുടമ കൂടിയായ മുണ്ടക്കൈ സ്വദേശി KT നൗഫലിനെതിരെയാണ് CPM അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ആക്ഷേപമുന്നയിക്കുന്നത്. ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും നൗഫൽ പറഞ്ഞു. മാർച്ച് 1 മുഖ്യമന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലാണ് ടൗൺഷിപ്പിലെ പണി പൂർത്തിയായ വീടിന്റെ രേഖകൾ നൗഫലിന് കൈമാറിയത്. എന്നാൽ 1.5 മാസം കഴിഞ്ഞിട്ടും ഈ വീട്ടിലെ വിള്ളലും വെള്ളം കിനിഞ്ഞിറങ്ങുന്നതും പരിഹരിക്കാനായില്ല. നിർമ്മാണത്തിലെ പോരായ്മകൾ പുറത്തെത്തിച്ചതോടെ നൗഫലിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ്. കൽപ്പറ്റ ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ, വീട്ടുടമയ്ക്കെതിരെ സൈബർ ആക്രമണം. നേരത്തെ സ്മൃതി പരുത്തിക്കാടിനെതിരെയായിരുന്നു സൈബർ ആക്രമണം. റിപ്പോർട്ടർ ചാനലിൽ അറിയാലോ, CPM-മാർ ചെയ്യുന്ന എല്ലാ നെറികേടുകളും ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിൽ മറ്റേ വനം കൊള്ളക്കാരന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വെള്ളപൂശിയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാ തണ്ടിത്തരങ്ങളും ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത് അത് ചെയ്ത് ശരിയല്ല. ഈ നാടകം കളി. അതായത് ചൂരൽമലയിലും മുണ്ടക്കൈയിലും അവിടുത്തെ ദുരന്തബാധിതരായ 13 പേര്, 3 മക്കളെ നഷ്ടപ്പെട്ട ഒരു അമ്മ ഉൾപ്പെടെ ഇവരെ ആട്ടിത്തെളിച്ച് കൊണ്ടുവരികയാണ് ഇങ്ങോട്ടേക്ക്. അവിടെ 2 കൊല്ലായിട്ട് ഇവർക്ക് വീട് കെട്ടിക്കൊടുത്തില്ല. ഇവരുടെ സഹായധനം ദിവസം 300 രൂപ എന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു സഹായധനം ഈ വിഷുവിന് പോലും ഇവർക്ക് കിട്ടിയില്ല. ഈ മാസത്തത് കിട്ടിയില്ല. ഇന്നലെ വരെ കിട്ടിയില്ല. ഇന്നലെ വിതരണം ചെയ്തതാണ് ഇപ്പൊ ദേശാഭിമാനിന്റെ വാർത്ത കേട്ടോ. എത്രത്തോളം ശരിയാണെന്നറിയില്ല. എന്തായാലും ഇന്നലെയാണെങ്കിൽ 19-ാം തീയതി അല്ലെ, 19-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി വിതരണം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് ദേശാഭിമാനി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ എന്തായാലും 18 ദിവസം വിഷു ഉൾപ്പെടെയുള്ള ഈ 18 ദിവസങ്ങളിൽ പാവങ്ങൾക്ക് ഒരു 300 രൂപ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ 9,000 രൂപ മാസം കൊടുക്കുന്ന പരിപാടി പോലും അവർ ചെയ്തില്ല. 2 കൊല്ലമായിട്ടും വീട് ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയ വീട് മുഴുവൻ ചോർന്നൊലിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് ചോർച്ചയൊന്നുമില്ല. നമ്മുടെ രാജൻ മേസ്തിരി പോയി കണ്ട് അതിങ്ങനെ തുടച്ചിക്കുന്നത്. രാജൻ മേസ്തിരി ഇനിയിപ്പോ ഭയങ്കര ഡിമാൻഡാണ് അത്ര രാജൻ മേസ്തിരിക്ക്. എവിടെ വീട്ടിന് ചോർച്ചയുണ്ടോ രാജൻ മേസ്തിരിയെ വിളിക്കൂ. രാജൻ മേസ്തിരി